സ്റ്റേറ്റ് അതോറിറ്റി, ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇത്തരം സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അത്യാധുനിക സംവിധാനങ്ങൾ, GPS സംവിധാനങ്ങളൊക്കെ വാഹനങ്ങളിൽ ഫിറ്റ് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നതാണ് ഇപ്പോഴത്തെ വസ്തുത. അതിന് നിയമപരമായ അനുമതി ലഭിക്കുന്നു എന്നതാണ് ഈ ട്രോൾ ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രകടമായി പറയേണ്ടത്. അതായത് ഇപ്പോൾ ഈ നിലവിൽ ഉപയോഗിക്കുന്ന എല്ലാ സംവിധാനങ്ങളും നിയമലംഘനമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ഉപയോഗം എല്ലാം നിയമത്തിൻ്റെ പരിധിയിലേക്ക് വരാം എന്ന സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് അത് ട്രോൾ ചെയ്യപ്പെടേണ്ടതല്ല എന്നതാണ് ഒന്നാമതായി പറയാനുള്ളത്. ഇനി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, അതായത് നിലവിൽ ട്രാൻസ്പോർട്ട് കമ്മീഷൻ നൽകിയിട്ടുള്ള ചില ശുപാർശകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിലൊന്ന് ബോഡി സ്റ്റിക്കറാണ്, മറ്റൊന്ന് കളർ ആൾട്രേഷനാണ്, ആംബിയന്റ് ലൈറ്റിംഗ്, റൂഫ് കാരിയേഴ്സ്, മഡ് ഫ്ലാപ്പ് എന്നിവയാണ്. ഈ രംഗത്തെ വിദഗ്ധർ നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സംസ്ഥാന സർക്കാരിനോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കോ ഇതിനുള്ള അനുമതി നൽകുക എന്നത് സാധ്യമല്ല എന്നതാണ്. അതിന് കാരണം ഒന്ന് ബോഡി സ്റ്റിക്കർ. നമുക്കറിയാം പലപ്പോഴും ഈ വാഹനപ്രേമികൾ, പ്രത്യേകിച്ച് ഈ സഞ്ചാരികൾ ഒക്കെ ആയിട്ടുള്ള ആളുകൾ ടൂറിസ്റ്റ് വാഹനങ്ങളിൽ ആണ് ഇത്തരം ആകർഷകമായ സ്റ്റിക്കറുകൾ. അത് ചിലപ്പോഴെങ്കിലും കണ്ണിനെ മലിനമാക്കുന്ന, നമ്മുടെ നഗ്നനേത്രങ്ങളെ മലിനമാക്കുന്ന സ്റ്റിക്കറുകൾ ആണ് എന്നതാണ്. അങ്ങനെയുള്ള സ്റ്റിക്കറുകൾക്ക് അനുമതി നൽകിയാൽ അത് സാമൂഹികമായ ഒട്ടേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. മാത്രവുമല്ല ഈ സ്റ്റിക്കറുകൾ മറ്റു വാഹന ഡ്രൈവർമാരുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അത് അപകടം വിളിച്ചു വരുത്തും എന്നതുകൊണ്ട് തന്നെ ഇത്തരം ബോഡി സ്റ്റിക്കറുകൾക്കുള്ള അനുമതി ലഭിക്കുക എന്നത് പ്രയാസകരമാണ് എന്നും അഥവാ അനുമതി ലഭിച്ചാൽ തന്നെ അത് കോടതി ഇടപെട്ട് തടയും എന്ന വിവരങ്ങൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മറ്റൊന്ന് വാഹനങ്ങളുടെ കളർ ആൾട്രേഷൻ എന്നതാണ്. ഇപ്പോൾ തന്നെ വാഹനങ്ങൾക്ക് കമ്പനി നൽകുന്ന നിറത്തിന് പകരമുള്ള നിറം നൽകാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ അതിന് അനുമതി വാങ്ങണം എന്നുള്ളതാണ്. ആ അനുമതി ഇല്ലാതാക്കി ആർക്കും യഥേഷ്ടം വാഹനങ്ങളുടെ കളർ മാറ്റാം എന്നുള്ള ഒന്നിലേക്ക് എത്തുമോ എന്നുള്ളതാണ് എല്ലാവരും ആലോചിക്കുന്നത്. പക്ഷേ അതിനും അനുമതി നൽകുക എന്നത് സാധ്യമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയുന്നത്, ഒരു വാഹനം, ഒരു കാർ ഒരു വലിയ അപകടം സൃഷ്ടിച്ചു, അവിടെ നിന്ന് കടന്നു കളയുന്നു. സ്വാഭാവികമായും അവിടെ ചില ദൃക്സാക്ഷികൾ ഉണ്ടാകും. ആ ദൃക്സാക്ഷികൾക്ക് അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ആ കാറിൻ്റെ നിറം എന്ത് എന്നതാണ്. അത് ഒരു വൈറ്റ് കാറാണോ റെഡ് കാറാണോ എന്നിങ്ങനെയുള്ള നിറം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അപകടം സൃഷ്ടിക്കുന്ന കാറിന് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാനും അതോടൊപ്പം തന്നെ അതിൻ്റെ കളർ അനായാസം മാറ്റാനും സാധിക്കും. അങ്ങനെ പെട്ടെന്ന് ഈ അപകടത്തിൽപ്പെടുന്ന വാഹനം അന്വേഷണ ഉദ്യോഗസ്ഥരെ അടക്കം ആശയക്കുഴപ്പത്തിലാക്കാൻ അനായാസം സാധിക്കും എന്നത് ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നതാണ് ഈ മേഖലയിൽപ്പെട്ടവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കളർ ആൾട്രേഷൻ എന്നത് സാധ്യമാകുന്ന ഒന്നല്ല എന്നത് തന്നെയാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. മറ്റൊന്ന് ആംബിയന്റ് ലൈറ്റിംഗ്, അതിന് അനുമതി നൽകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ശുപാർശ. പക്ഷേ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ ടൂറിസ്റ്റ് വാഹനങ്ങളിൽ അടക്കം വലിയ തോതിൽ ഇത്തരം ഇൻറ്റീരിയർ ലൈറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ ഉച്ചത്തിൽ ഉള്ള പാട്ടുകൾ ഇട്ടുകൊണ്ട് അതിനനുസരിച്ച് ഈ ലൈറ്റുകൾ പ്രവർത്തിക്കുന്നു. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ അടക്കമൊക്കെയാണ് ഈ ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് വിനോദസഞ്ചാരത്തിനായി പോകുന്ന സംഘങ്ങളാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അവർക്ക് വലിയ ആഘോഷം നൽകുന്ന ഒന്നാണ് എങ്കിൽ പോലും ഈ ലൈറ്റുകളും അതിൻ്റെ പ്രകാശവും എല്ലാം ഈ വാഹനത്തിൻ്റെ ദൃശ്യത്തെ മറ്റ് ഡ്രൈവർമാരിൽ നിന്ന് മറച്ചു വെക്കുന്നു എന്നതാണ് കൃത്യമായും ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. ആ വാഹനത്തിൻ്റെ വലിപ്പം എത്രയാണ്, ആ വാഹനത്തിൻ്റെ ശ്രദ്ധ, അതായത് തൊട്ടു പിന്നിൽ വരുന്ന വാഹന ഡ്രൈവറിന് ഇതിൽ നിന്നുണ്ടാകുന്ന ശബ്ദവും ഈ വെളിച്ചവും വലിയ തോതിൽ അപകട സാധ്യത ഉണ്ടാക്കുന്നു എന്നത് തന്നെയാണ് ഈ രംഗത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ലൈറ്റിങ്ങുകൾ അനുവദിക്കാത്തത്. മറ്റൊന്ന് റൂഫ് കാരിയേഴ്സ് ആണ്. ഇപ്പോൾ പോലും നമ്മൾ പല ടാക്സി വാഹനങ്ങളിലുമൊക്കെ ഈ വാഹനത്തിന് മുകളിലായി ഈ റൂഫ് കാരിയേഴ്സ് കാണാറുണ്ട്. അവിടെ പലപ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ലഗേജുകൾ ആണ് ഈ ഇവിടെ റൂഫ് കാരിയേഴ്സിൽ ഉപയോഗിക്കുന്നത് എന്നതാണ്. ഈ ലഗേജുകൾക്ക് കൃത്യമായ നിയന്ത്രണം ഉണ്ടാകാറില്ല. വലിയ പെട്ടികൾ ഒക്കെ ഈ ലഗേജിൻ്റെ ഭാഗമായി അവിടെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അത് ഈ തരത്തിൽ, അതായത് പിന്നിൽ പോകുന്ന, അതായത് ഈ 4 ചക്ര വാഹനങ്ങളിൽ അടക്കം ആ വാഹനത്തിൻ്റെ ഉയരം, ആ വാഹനത്തിൻ്റെ വീതി എന്നിവയ്ക്കൊക്കെ ശാസ്ത്രീയമായ അളവുകോലുകളുണ്ട്. അതിന് പുറത്ത് നിൽക്കുന്നവയാണ് ഈ റൂഫ് കാരിയേഴ്സ്. അതുകൊണ്ട് തന്നെ അവിടെ ലഗേജ് എത്ര വേണമെങ്കിലും കയറ്റാം. പിന്നിൽ വരുന്ന വാഹനത്തിന് കൃത്യമായി ദൂരത്തേക്കുള്ള ദൃശ്യം, അതായത് ഒരു ഡ്രൈവർക്ക് ദൂരക്കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ പോലും ഈ റൂഫ് കാരിയേഴ്സ് ഉപയോഗിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ പരിധിയിൽ നിൽക്കുന്ന ഒന്നല്ല റൂഫ് കാരിയേഴ്സ് എന്നതാണ് ഈ രംഗത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ. മറ്റൊന്ന് ഈ മഡ് ഫ്ലാപ്പ് ആണ്.
വളരെ നിസ്സാരം എന്ന് നമുക്ക് തോന്നാവുന്ന ഒന്നാണ് ഈ മഡ് ഫ്ലാപ്പ് ഫിറ്റ് ചെയ്താൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ മഴക്കാലത്താണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ മഴക്കാലത്തടക്കം മഡ് ഫ്ലാപ്പുകൾ എന്നത് സയന്റിഫിക്കായല്ല ഫിറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിന് ഇരുവശങ്ങളിലുമായി സഞ്ചരിക്കുന്ന വാഹനങ്ങളിലേക്ക് വലിയ തോതിൽ വെള്ളവും ചെളിയും ഒക്കെ തെറിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് 2 വീലറുകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഈ മഡ് ഫ്ലാപ്പ് ശാസ്ത്രീയമായല്ല മറ്റൊരു വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ അതിൽ നിന്ന് ചെളിയും വെള്ളവും ഒക്കെ തെറിക്കുവാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ തോതിൽ അപകടം വരുത്തിവെക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് നമുക്കറിയാം, ചില വാഹനങ്ങൾ ആ വാഹനങ്ങളുടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വീലുകൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അങ്ങനെ വീലുകൾ സ്ഥാപിക്കുമ്പോഴടക്കം ഒരു വാഹനത്തെ കുറിച്ചുള്ള മറ്റ് ഡ്രൈവർമാരുടെ കാൽക്കുലേഷനുകൾ ആണ് അവിടെ തെറ്റിപ്പോകുന്നത്. അതും 2 വീലർ യാത്രക്കാരെയാണ്. അതായത് ഒരു വാഹനം മുന്നിൽ പോകുമ്പോൾ ആ വാഹനത്തിൻ്റെ ടയർ മാത്രം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ടാകും എന്നത് ഒരു 2 വീലർ യാത്രക്കാരന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അത് ഐഡൻറ്റിഫൈ ചെയ്ത് വരുമ്പോഴേക്കും ആ വാഹനത്തെ ഒരു പക്ഷേ ഈ 2 വീലർ കടന്നു പോകുന്ന സമയമായിരിക്കാം. അത് വലിയ തോതിലുള്ള അപകടം ക്ഷണിച്ചു വരുത്തും എന്നതാണ് ഈ മേഖലയിൽ ഉള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഏത് തരത്തിലുള്ള മോഡിഫിക്കേഷൻ ആണ് സാധ്യമാവുക എന്നത് മനസ്സിലാകാതെ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഒരു പക്ഷേ ഈ കാണുന്നതൊന്നുമല്ല ഈ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നിന്ന് ഉയർന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, സൈലൻസറിൽ നിന്ന് തീ തുപ്പുക, വലിയ സ്ഫോടന ശബ്ദത്തോടു കൂടിയുള്ള സൈലൻസറുകൾ ഉപയോഗിക്കുക, വലിയ സ്റ്റിക്കറുകൾ അടക്കം പതിച്ച് വാഹനം ഏത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള മോഡിഫിക്കേഷൻ, അതൊക്കെയാണ് ഈ തരത്തിൽ നമ്മൾ പൂക്കി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഈ വാഹനപ്രേമികൾ ആഗ്രഹിക്കുന്നത് എന്നതാണ്. ഇതൊന്നും അനുവദനീയമല്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് എത്രമേൽ വലിയ ആവശ്യം ശക്തമായാൽ പോലും ഈ സൈലൻസറുകൾ, അതായത് സൈലൻസറുകൾക്ക് അടക്കം ഒരു ശബ്ദപരിധിയുണ്ട്. അതിനപ്പുറത്തുള്ള ശബ്ദപരിധി രാത്രികാലങ്ങളിലടക്കം നമ്മുടെ റോഡുകൾ എന്നത് നമുക്കറിയാം, ചുറ്റും റോഡിന് ഇരുവശവുമൊക്കെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതാണ്. അവരെ വലിയ തോതിൽ അരോചകമാകുന്ന, അവർക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു സൈലൻസറുകൾക്കും അനുമതി നൽകുക എന്നത് സംസ്ഥാന സർക്കാരിന് സാധ്യമാകുന്ന ഒന്ന് അല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം. ഈ തീ തുപ്പുന്ന സൈലൻസറുകളോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള മോഡിഫിക്കേഷനുകളോ അതൊക്കെ സ്വപ്നം മാത്രമായി അവശേഷിക്കും എന്നതിനപ്പുറത്ത് നിയമപരമായി ഒരു കാരണവശാലും ഇതിനൊന്നും അംഗീകാരം ലഭിക്കില്ല. കൃത്യമായ പരിമിതികളിൽ നിന്നുകൊണ്ടും കൃത്യമായ അനുമതി വാങ്ങിക്കൊണ്ടും മാത്രമുള്ള നിയന്ത്രിതമായ നിലയിലുള്ള മാറ്റങ്ങൾ മാത്രമേ വാഹന മോഡിഫിക്കേഷനുകളിൽ സാധ്യമാവുകയുള്ളൂ. അതിനപ്പുറത്ത് നേരത്തെ ഈ സൂചിപ്പിക്കുന്ന പോലെ നിലവിൽ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാത്ത, അതായത് ഫ്രണ്ടിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്തു, ആ ക്യാമറ നമുക്കറിയാം വാഹനങ്ങൾ കത്തി നശിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. കത്തി നശിച്ചാൽ അതിന് ഇൻഷുറൻസ് ലഭിക്കുമ്പോൾ അതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ക്യാമറ ആ കമ്പനി നിർമ്മിച്ചിട്ടുള്ള ക്യാമറയല്ല, എക്സ്ട്രാ ക്യാമറയാണെങ്കിൽ അതുപോലും ഇൻഷുറൻസ് നഷ്ടമാകാൻ കാരണമാകും. പക്ഷേ ഇത്തരം സംവിധാനങ്ങൾ അത് റോഡ് സുരക്ഷയ്ക്ക് കൂടുതൽ സൗകര്യപ്രദമാണ്. പ്രത്യേകിച്ച് ഈ വാഹനാപകടമുണ്ടായി നിരന്തരം അപകടത്തിൽപ്പെടുന്ന ഒരു വാഹനം അത് സ്വന്തം പ്രശ്നം കൊണ്ടാകണമെന്നില്ല. ഒരു ഡ്രൈവർ തന്നെ ഒന്നിലധികം മരണത്തിന് കാരണമാകുന്ന അപകടങ്ങളിലൊക്കെ പെടുമ്പോൾ ഈ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. അവിടെ ഒരു പക്ഷേ ആ ഡ്രൈവറുടെ പിഴവ് തന്നെ ആകണമെന്നില്ല. അതല്ല എങ്കിൽ ഈ ക്യാമറയിലെ ദൃശ്യങ്ങളൊക്കെ പലപ്പോഴും ഉപകാരപ്രദമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മൾ ട്രോൾ ചെയ്യുന്ന ഇതൊക്കെയാണോ മോഡിഫിക്കേഷൻ എന്ന് നമ്മൾ ചോദിക്കുന്ന ചില വിവരങ്ങൾ, അതിന് ഒരു പക്ഷേ അനുമതി ലഭിച്ചേക്കാം. അത് നമുക്ക് നിയമപരമായി ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. GPS ട്രാക്കിംഗ് പോലെയുള്ള സംവിധാനങ്ങൾ ഒരു വാഹനം മിസ്സായാൽ, അതല്ല എങ്കിൽ ഏതെങ്കിലും അപകടത്തിൽപ്പെട്ടാൽ അത് ട്രാക്ക് ചെയ്യുവാനൊക്കെ എളുപ്പമാണ്. ഇത്തരം സംവിധാനങ്ങൾ പൊതുസമൂഹത്തിന്, മറ്റ് വാഹന ഡ്രൈവർമാർക്ക്, അതോടൊപ്പം റോഡ് എന്നത് കാൽനട യാത്രക്കാർക്ക് കൂടിയുള്ളതാണ്, അവർക്കൊന്നും ബുദ്ധിമുട്ട് സൃഷ്ടിക്കാത്ത തരത്തിൽ ഉള്ള മോഡിഫിക്കേഷനുകൾക്ക് മാത്രമേ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകാൻ സാധിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ അതിൽ സുപ്രീം കോടതിയുടേത് അടക്കമുള്ള വളരെ സുപ്രധാനമായ വിധി പ്രസ്താവനകളുണ്ട്. കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുള്ള വാഹന നിർമ്മിതിയുമായി ബന്ധപ്പെട്ട്, വാഹനം ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട്, വാഹനത്തിൻ്റെ റോഡിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധിയായ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊന്നും തിരുത്തി എഴുതിക്കൊണ്ടുള്ള ഒരു മോഡിഫിക്കേഷനും സാധ്യമല്ല. അതുകൊണ്ട് ട്രോളർമാർക്ക് ട്രോളുകൾ അനായാസമായി തുടരാം. അതിനപ്പുറത്ത് വസ്തുത ഇത് എന്നതാണ് ഈ രംഗത്തെ വിദഗ്ധർ നൽകുന്ന വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.